കേരളത്തിലെ ക്രൈസ്തവർക്കെതിരായ അതിക്രമം മാധ്യമങ്ങൾ വാർത്തയാക്കുന്നില്ലെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. അക്രമത്തിന് ഇരയാകുന്നവർക്കെതിരെയാണ് കേരളത്തിൽ കേസെടുക്കുന്നത്. പാലാ ബിഷപ്പിനെതിരായ ആക്രമണം മാധ്യമങ്ങൾ ചർച്ചയാക്കിയില്ലെന്നും ജോർജ് കുര്യൻ കുറ്റപ്പെടുത്തി. തിരുവനന്തപുരത്തെ കൗൺസിലർ ആർ ശ്രീലേഖയ്ക്ക് അവരുടെ ഓഫീസിലേക്ക് MLA മുറിയിലൂടെ പോകേണ്ട അവസ്ഥയാണ് എന്നും ജോർജ് കുര്യൻ ഡൽഹിയിൽ പറഞ്ഞു. ആ സ്ത്രീക്ക് അവിടെ കയറിപ്പോകാനുള്ള സൗകര്യമുണ്ടോ? ഒരു മുറി എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു MLA മുറി കൂടെ കയറിയിട്ട് ഒരു സ്ത്രീ എന്നിട്ട് ഫയൽ വെക്കുന്നത് ബാത്റൂമിൽ. ശ്രീകാന്ത് നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീകാന്ത്, നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളെക്കുറിച്ചായിരുന്നു പ്രധാനമായ വിമർശനം. ക്രൈസ്തവർക്കെതിരെ പല രീതിയിലുള്ള അതിക്രമങ്ങൾ നടക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും ഇവിടെ പലരും അറിയുന്നില്ല. അത് തന്നെയാണ് കേന്ദ്രമന്ത്രിയും ചൂണ്ടിക്കാട്ടുന്നത്, അല്ലേ ശ്രീകാന്ത്? കേരളത്തിൽ ചാരുമൂട്ടിലടക്കം നടന്ന വിവിധ സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കേരളത്തിൽ നടക്കുന്ന ക്രൈസ്തവ വേട്ടയ്ക്കെതിരെ കേന്ദ്ര ന്യൂനപക്ഷ സഹമന്ത്രി അതിരൂക്ഷമായ വിമർശനം നടത്തിയത്. കേരളത്തിൽ ക്രൈസ്തവർക്ക് നേരെ DYFIയുടെ നേതൃത്വത്തിൽ ചാരുമൂട്ടിൽ നടന്ന അതിക്രമം മാധ്യമങ്ങൾ കണ്ടില്ലെന്ന് നടിച്ചു എന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറയുകയുണ്ടായി. അത് മാത്രമല്ല, ഒരു പള്ളി വികാരിയെ വളഞ്ഞിട്ട് ആക്രമിച്ച സംഭവവും കേരളത്തിൽ നടന്നു. അതും സൗകര്യപൂർവ്വം മറച്ചുവെക്കുകയാണ് കേരളത്തിൽ ചെയ്തത്. കേരളത്തിലെ അതിക്രമങ്ങൾ മാധ്യമങ്ങൾ വാർത്തയാക്കുന്നില്ല എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. അക്രമത്തിൽ ഇരയാകുന്നവർക്കെതിരെയാണ് കേരളത്തിൽ കേസെടുക്കുന്നത് എന്നും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഇന്ന് പറയുകയുണ്ടായി. ഉത്തരേന്ത്യയിലെ ചെറിയ സംഭവങ്ങളെപ്പോലും പെരുപ്പിച്ച് കാണിക്കുകയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ചെയ്യുന്നത് എന്നുള്ള കാര്യം അദ്ദേഹം പറയുകയുണ്ടായി. പാലാ ബിഷപ്പിനെതിരായ ആക്രമണം കേരളത്തിൽ ചർച്ചയായില്ല എന്നും മുനമ്പത്ത് ജനങ്ങൾക്കെതിരെ പോലും വാർത്ത നൽകിയ ആളുകളാണ് കേരളത്തിലെ മാധ്യമങ്ങളെന്നും ജോർജ് കുര്യൻ ഇന്ന് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അതേസമയം ശ്രീലേഖയുടെ വിഷയവുമായി ബന്ധപ്പെട്ട്, ഓഫീസ് പ്രശ്നവുമായി ബന്ധപ്പെട്ട് MLAയുടെ മുറിയിലൂടെ കൗൺസിലർക്ക് അവരുടെ ഓഫീസിലേക്ക് പോകേണ്ടി വരുന്ന സാഹചര്യമാണുള്ളത് എന്ന് പറയുകയുണ്ടായി അദ്ദേഹം. സ്ത്രീ എന്ന നിലയിൽ അസൗകര്യങ്ങൾ ഉണ്ടാകുമെന്നും ശ്രീലേഖ തന്നെ ഇക്കാര്യം വിശദീകരിച്ചതാണെന്നും അവരെ അവരുടെ വഴിക്ക് വിടണമെന്നും കേന്ദ്രമന്ത്രി ഇന്ന് പറഞ്ഞു. അതായത് കേരളത്തിൽ നടക്കുന്ന ക്രൈസ്തവ വേട്ട ബോധപൂർവം അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളും തമസ്കരിക്കുകയും ഉത്തരേന്ത്യയിൽ നടക്കുന്ന ചെറിയ ചെറിയ സംഭവങ്ങൾ പോലും പെരുപ്പിച്ച് കാട്ടുകയുമാണെന്നാണ് ന്യൂനപക്ഷകാര്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഒരു കൗൺസിലർ തനിക്ക്, സ്ത്രീയായ കൗൺസിലർ തനിക്ക് കടന്നു പോകുന്നതിനായ വഴിയടക്കം ചോദിച്ച, ഓഫീസടക്കം ചോദിച്ച സംഭവത്തെ അത് വക്രീകരിക്കാൻ, രാഷ്ട്രീയമായി വക്രീകരിക്കാൻ ശ്രമിച്ചതിനെ അദ്ദേഹം ചോദ്യം ചെയ്യുകയും ചെയ്തതാണ്. ഈ വിഷയത്തിൽ സ്വാഭാവികമായ പ്രതികരണങ്ങൾ ഉയർന്നു വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ശരി ശ്രീകാന്ത്.